ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ QS എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഹോമാണ്. നമ്മുടെ വർക്കിംഗ് പ്രൊസീജിയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇവിടെ ചെയ്യാൻ, ഇതൊക്കെ ഓൺലൈനാണ്. ഇത് ചെയ്യുന്നത് ഫുൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ബില്ലിംഗ് എഞ്ചിനീയർ എന്ന് പറയുന്ന കാര്യം ഓഫ്ലൈനിൽ തന്നെയാണ് ചെയ്യാൻ പറ്റും. ബട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സ് ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഒരു സിസ്റ്റത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. ഇത് സൈറ്റിൽ ഒരു എന്താ പറയുക മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സൈറ്റിൽ മോണിറ്റർ ചെയ്യുന്ന റോളല്ല. ഇതെന്ന് വെച്ചാൽ നമ്മളുടേതായ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അത് പ്രിപ്പയർ ചെയ്യുക. അത് വെച്ചിട്ടാണ് ഡോക്യുമെൻറ്റ്സാണ് നമ്മുടെ ഒരു QSൻ്റെ എന്ന് പറഞ്ഞാൽ QS സംസാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ അവരുടെ ഡോക്യുമെൻറ്റ്സാണ് സംസാരിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ ഇത് ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്, ദെൻ കോഴ്സ് ഓൺലൈനിൽ ചെയ്യുമ്പോഴും ഇതേ റിസൾട്ട് തന്നെയാണ് അവർക്ക് കിട്ടുക. ഇത് കുറച്ചും കൂടി ടെക്നോളജി വൈസ് അപ്ഗ്രേഡഡ് ആവും. ഓക്കെ, മറ്റേത് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്ഗ്രേഡഡ് ആവും. ഓക്കെ, ഇത് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് ഉണ്ടായതുകൊണ്ടും ഓഫീസ് ജോബ് ആയതുകൊണ്ടും ഓൺലൈനിൽ ഈവൻ കോവിഡിൻ്റെ സിറ്റുവേഷനിലാണെങ്കിലും നമ്മുടെ സൈറ്റ് ക്ലോസ് ആണെങ്കിലും QSൻ്റെ വർക്ക് അവിടെ നടക്കണ്ടായിരുന്നു. ഞാനാണെങ്കിലും വർക്ക് ഫ്രം ഹോം ചെയ്തിട്ട് ഓൺലൈനിലൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഓൺലൈനിൽ പഠിക്കുകയാണെങ്കിലും സെയിം റിസൾട്ട് തന്നെയാണ്. നമ്മളുടെ ഓഫ്ലൈനിൽ പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ റിസൾട്ടാണ് ശരിക്കും വരുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ നമ്മളുടെ വർക്കിംഗ് പ്രൊഫഷണൽസ്, മിഡിൽ ഈസ്റ്റിലുള്ള പ്രൊഫഷണൽസ്, അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് വന്നിട്ട് സംസാരിക്കുന്നത്, ട്രെയിനിങ് തരുന്നത്. മറ്റേ ഓഫ്ലൈൻ വരുമ്പോൾ ഒരു ടീച്ചറായിരിക്കും. ഓക്കെ, ഒരു ടീച്ചറായിരിക്കും. അവർ ചിലപ്പോൾ ഇൻഡസ്ട്രിയായിട്ട് ഒരു ബന്ധം കുറവായിരിക്കും, അല്ലെങ്കിൽ ആ ചെറിയൊരു റൗണ്ടിലുള്ള ഇൻഡസ്ട്രി ബന്ധമായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഇവിടെ ഫോർ എക്സാമ്പിൾ കേരളത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടുകയാണെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റിൽ ഒരാൾ ഡെയിലി വന്നിട്ട് വർക്ക് ചെയ്ത് പോകില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഓൺലൈനിൽ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരായിട്ടുള്ള അപ്രോച്ചിങ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്കൊരു ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളും മിഡിൽ ഈസ്റ്റിൽ സീനിയർ പോസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് നിങ്ങൾ ഇൻവോൾവ് ചെയ്യണം. അത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഓൺലൈനിൽ സെയിം എഫക്റ്റും കിട്ടും, ഇൻ അഡീഷണൽ ആയിട്ട് ടെക്നോളജി, ദെൻ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള സീനിയർ മോസ്റ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അത് നമ്മുടെ സ്റ്റുഡൻസിന് ഭയങ്കര യൂസ്ഫുള്ളാണ്.